Hi all, welcome to Max Traders Academy weekly analysis. So firstly നമ്മൾ ഫണ്ടമെന്റൽ ന്യൂസസും റിലീസസും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഫോറക്സ് ഫാക്ടറി നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മൺഡേ നമുക്ക് ബാങ്ക് ഹോളിഡേ ആണ്, JPY ആൻഡ് GBP ബാങ്ക് ഹോളിഡേ ആണ്. ആൻഡ് മൺഡേ നമുക്ക് കാര്യമായിട്ടുള്ള റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഒന്നുമില്ല. ട്യൂസ്ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ AUDയുടെ ക്യാഷ് റേറ്റിന്റെ RBI റേറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റെഡ് ഇമ്പാക്ട് ന്യൂസ് നമുക്ക് 10 AM ആൻഡ് അന്ന് തന്നെ നമുക്ക് GBPയിലും CAD-ലും ഓറഞ്ച് ഇമ്പാക്ട് ന്യൂസ് ആണുള്ളത്. വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USDയുടെ ന്യൂസസ് ഒന്നുമില്ല. ആൻഡ് വെനസ്ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ യൂറോയുടെ ഫ്രഞ്ച് ബാങ്ക് ഹോളിഡേ ആണ്. നെക്സ്റ്റ് തേഴ്സ്ഡേ വി ഹാവ് റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഓൺ GBPയിൽ നമുക്ക് റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട്. ആൻഡ് 6 PM അഗെയിൻ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്. USDയുടെ ഫസ്റ്റ് ന്യൂസ് ആണ് ഈ വീക്കിൽ. തേഴ്സ്ഡേ 6 PM അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ട്. ആൻഡ് 10:31 നമുക്ക് 30-year ബോണ്ട് ഓപ്ഷന്റെ ന്യൂസസും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ഫ്രൈഡേ നോക്കുവാണെങ്കിൽ GBPയുടെ GDP റിലീസസ് ഉണ്ട്, ഡാറ്റ റിലീസ് ഉണ്ട്. ആൻഡ് 6 PM CAD-ന്റെ അൺഎംപ്ലോയ്മെന്റ് ചേഞ്ചും അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഉണ്ട്. ആൻഡ് 7:30 PM USDയുടെ UIM കൺസ്യൂമർ സെന്റിമെന്റിന്റെ ന്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മൺഡേ ടു Thursday we didn't have any red impact news on USD, and Thursday and Friday ആണ് നമുക്ക് രണ്ട് റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉള്ളത്. സോ കുറെ ബാങ്ക് ഹോളിഡേയ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. തേഴ്സ്ഡേയിൽ നമുക്ക് യൂറോ ഫ്രഞ്ച് ബാങ്ക് ഹോളിഡേ ആണ്, ജർമ്മൻ ബാങ്ക് ഹോളിഡേ ആണ്. സോ അന്നൊക്കെ നമുക്കൊരു ലോ വോളറ്റിലിറ്റി മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം യൂറോ USDയിലൊക്കെ. സോ ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ ന്യൂസസ് ആയിട്ടുള്ളത്. സോ ന്യൂസസ് കാര്യമായിട്ട് ഡ്രൈവ് ചെയ്യാത്തൊരു വീക്ക് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് എന്നുള്ളത്. സോ വി ക്യാൻ expect some slowness in the market during the start of the week. സോ നമ്മൾ ഫസ്റ്റ്ലി നോക്കുവാണെങ്കിൽ നമുക്ക് ഡോളർ ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കറന്റ്ലി നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് അഗെയിൻ പുഷ് ചെയ്തിട്ടാണ് നമുക്കിപ്പം മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലായിരുന്നു. ആൻഡ് അഗെയിൻ ഫ്രം ദ വി ഗോട്ട് എ സ്മോൾ റിജക്ഷൻ ലാസ്റ്റ് വീക്ക്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ് പ്രൈസ് കറന്റ്ലി മിറ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിന്റെ ഫസ്റ്റ് മിറ്റിഗേഷൻ ഉണ്ട്. പിന്നെ താഴെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് ഓൾറെഡി പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ we has a chance for the price to reach this. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് രണ്ട് പാറ്റേൺസ് മേക്ക് ചെയ്തിട്ടുണ്ട്, രണ്ട് ബ്രോഡ്ലിംഗ് വെച്ച് പാറ്റേൺസ് പ്രൈസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് ഹയർ ടാപ്പിംഗ് നടത്തിയിട്ടില്ല. ഈ പാറ്റേണിന്റെ ഹയർ ഏരിയയിലോട്ട് ടാപ്പ് നടത്തിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവിടെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഈക്വൽ ലോസ് പ്രൈസ് ഓൾറെഡി ലാസ്റ്റ് NFP ഡേയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈസ് ടോപ്പും താഴെയും നമുക്ക് കിടിലനായിട്ടുള്ള ഈക്വൽ ലോസ് ആൻഡ് ഈക്വൽ ഹൈസ് ലിക്വിഡിറ്റീസ് പ്രൈസ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് NFPക്ക് പ്രൈസ് നല്ല രീതിയിൽ ഒന്ന് താഴേക്ക് മൂവ് ചെയ്തു. ആ മൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ തൊട്ട് മുകളിലാണ് പ്രൈസ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഡെയിലി ക്ലോസിംഗ് അവിടെയാണ് നടത്തിയിരിക്കുന്നത്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ബ്രോഡനിങ് വെഡ്ജ് പാറ്റേണിൽ നിന്ന് പ്രൈസ് ജസ്റ്റ് ഔട്ട്സൈഡ് വന്നിട്ടുണ്ട്. ആ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തു. ഇൻ കേസ് ഈ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പാറ്റേണിന് ഉള്ളിലേക്ക് ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ then we can expect the price to push upwards. This equal highs will be our first target, and then we can expect the price to reach at least 108 or 107, that area. And first target will be this equal highs, and second target will be 106.930. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് നെക്സ്റ്റ് വീക്കിലെ രണ്ട് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദിസ് ഏരിയ ഈസ് ബ്രോക്കൺ അപ്സൈഡ്, ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ പാറ്റേൺ ഇൻവാലിഡേറ്റ് ആവും ആ ഒരു ടൈമിൽ, ദെൻ വി ക്യാൻ ലുക്ക് ഫോർ ബൈസ് ഇഫ് ദ പ്രൈസ് ഈസ് പുഷിംഗ് അപ്വേർഡ്സ്. ഇഫ് എൽസ് ഇതൊരു സൈക്കോളജിക്കൽ ഏരിയ ആണ്, എവരി വൺ ഈസ് തിങ്കിങ് ദ പ്രൈസ് വിൽ ബി പുഷിംഗ് അപ്വേർഡ്സ്. സോ വി ക്യാൻ എക്സ്പെക്ട് സം മോർ ബെയറിഷ് റിയാക്ഷൻസ്. ഈ ഒരു ഏരിയയിൽ നിന്നും വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് നടത്തിയതിന് ശേഷം ഈ മെയിൻ പാറ്റേൺ ആയിട്ടുള്ള ഈ ബ്രോഡനിങ് വെഡ്ജിന്റെ താഴത്തെ ട്രെൻഡ് ലൈനിൽ നമുക്കൊരു റീടെസ്റ്റ് കിട്ടാം. അതിനുശേഷമായിരിക്കും നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ബുള്ളിഷ് മൊമെന്റം വരാൻ സാധ്യത. സോ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഹൈ ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഡിക്സിയുടെ നെക്സ്റ്റ് വീക്കിന്റെ മൂവ്മെന്റ്സ് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റുന്നത്. സോ 1 hour ടൈം ഫ്രെയിം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബ്രോഡനിങ് വെഡ്ജ് പാറ്റേണിന് പുറത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൊമെന്റത്തിലാണ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയതുകൊണ്ട് ഇൻ കേസ് അവിടെ നമുക്കൊരു ബുള്ളിഷ് റീട്രേസ്മെന്റും കൂടെ കിട്ടിയതുകൊണ്ട് വി മസ്റ്റ് ബി കോഷ്യസ്. ഒരു മൺഡേ നമുക്കൊരു സ്ലോ ഡേ എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് മേ ബി ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ട്യൂസ്ഡേ ആയിരിക്കും നമുക്കൊരു ഒറിജിനൽ ഡയറക്ഷൻ കിട്ടുന്നത്. സോ മേ ബി പ്രൈസിന്
ഈ ഒരു ഏരിയയിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ, ഇവിടുന്ന് തന്നെ ഒരു റീട്രേസ്മെന്റോടുകൂടി പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ദെൻ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അവിടെ നിന്നായിരിക്കും പ്രൈസ് അഗൈൻ പുഷ് ചെയ്ത് ആ ഒരു ഈക്വൽ ഹൈസും ടേക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ ഈക്വൽ ഹൈസ് ആണ് പ്രൈസ് ഇവിടെ ടോപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ we can expect that momentum. If price is not pushed downwards, ഇവിടുന്ന് തന്നെ പ്രൈസ് നമ്മൾ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പ്രൈസ് പുഷ് ചെയ്യുകയാണെങ്കിൽ, ഈ ചാനലിന്റെ ഉള്ളിലേക്ക് പ്രൈസ് കയറുകയാണെങ്കിൽ ദെൻ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീടെസ്റ്റ് ദിസ് ട്രെൻഡ്. ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്ത് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും, 1 hourന്റെ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും നമുക്ക് ഫസ്റ്റ് ഈ ചാനലിനകത്ത് കയറി കഴിയുമ്പോൾ റീടെസ്റ്റ് കിട്ടാൻ സാധ്യത. ദെൻ അവിടെ നിന്നാണ് ദെൻ അഗെയിൻ പുഷ് ചെയ്ത് മാർക്കറ്റ് ഈക്വൽ ഹൈസ് ടേക്ക് ഔട്ട് ചെയ്ത് ഫൈനൽ ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. സോ ദെൻ വി ക്യാൻ സീ ദാറ്റ് ഈ ഏരിയയിൽ നമുക്ക് ഓൾറെഡി ഒരു സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ സ്വീപ്പ് ലാസ്റ്റ് വീക്ക് കിട്ടിയത്. സോ പ്രൈസ് ഓൾറെഡി ഇവിടെ ഒരു സ്വീപ്പ് നടത്തി, ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ലോ പ്രൈസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നടത്തിയ ഒരു മിറ്റിഗേഷൻ ആണ്. വേണമെങ്കിൽ പ്രൈസിന് ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി, ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസും ഹയർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിക്സിയുടെ അനാലിസിസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ യു എസ് ഡി നമുക്ക് നോക്കാം. യൂറോ യു എസ് ഡി നമ്മൾ പറഞ്ഞ പോലെ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പ്രൈസ് ഇവിടെ നമുക്കൊരു ഡൗൺവേർഡ് ബ്രോഡനിങ് വെഡ്ജിലാണ് പ്രൈസ് കറന്റ് ഉള്ളത്. ഡിക്സിയുടെ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല. പ്രൈസ് ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. ആൻഡ് നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെയാണ് നമുക്ക് പ്രൈസിന്റെ ഒരു എക്സ്പെക്ടേഷൻ. നമുക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു അറ്റ്ലീസ്റ്റ് റീച്ച് ഹിയർ. ഇഫ് ദിസ് ഏരിയ ഈസ് ബ്രോക്കൺ, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാതെയാണ് ഇപ്പോൾ കറന്റ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു നല്ലൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോപ്പിലേക്ക് നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയാസ് പ്രസന്റഡ് ആണ്. ഒരു സ്വീപ്പ് നടത്താനുള്ള, ഒരു ട്രെൻഡ് ലൈൻ സ്വീപ്പ് നടത്താനുള്ള ഒരു ഏരിയ പ്രസന്റ് ആണ്. പക്ഷേ in case if the Dixie is pushing upwards ആണെങ്കിൽ we must expect that euro to fall. സോ താഴെ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് പ്രസന്റഡ് ആണ്. സോ നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ നമുക്ക് ഓൾറെഡി ബുള്ളിഷ് PDRIs ആണ് ഈ ഏരിയയിൽ. ലിക്വിഡിറ്റി കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും ബുള്ളിഷ് PDRIs ആണ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഏരിയാസ് ഫില്ല് ചെയ്യാനുണ്ട്. പക്ഷേ മാർക്കറ്റ് ഈസ് ട്രൈങ് ടു പുഷ് അപ്വേർഡ്സ് ഫ്രം ഹിയർ. ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു PDRI റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് പ്രൈസ്. ഇഫ് ദ പ്രൈസ് ഷോ സം റിയാക്ഷൻ ഫ്രം ഹിയർ ടു ദി ഡൗൺവേർഡ്സ്, വി ക്യാൻ എക്സ്പെക്ട് എ sure downfall so that Dixie will be moving upwards. If the Dixie is pushing downwards again, then we have to see the price to mitigate this fair value gap. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഡെയിലി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നായിരിക്കും pushing upwards. We can expect the momentum like this. If else, this daily fair value gap should be ഇൻവേർട്ടഡ് ഫെയർ വാല്യൂ. ഇവിടെ നമുക്കൊരു ഇൻവേർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു BPR കിട്ടിയതിന് ശേഷം അവിടെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ദെൻ വി മസ്റ്റ് അലൈൻ ദ കണ്ടീഷൻസ് വിത്ത് ഡിക്സി ടു, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു എൻട്രി മെത്തേഡ് നോക്കാൻ പറ്റൂ. സോ ഇതാണ് നമ്മുടെ ക്ലിയർ പ്ലാൻ. പ്രൈസ് ഓൾറെഡി ഈ പാറ്റേണിനകത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്യാനുണ്ട്. സോ ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ദെൻ വി ക്യാൻ ടാർഗറ്റ് ദിസ് ലോ. ഈ ലോ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 1.04500 ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് എൽസ് പ്രൈസ് ഇസ് നോട്ട് പുഷിംഗ് ഡൗൺവേർഡ്സ്, പ്രൈസ് ഡൗൺവേർഡ്സിലേക്ക് പുഷ് ചെയ്യുന്നില്ല, ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ വി ക്യാൻ ഷുവർലി എക്സ്പെക്ട് ദ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി ഹിയർ. ദെൻ ഫ്രം ദർ വി ക്യാൻ എക്സ്പെക്ട് എ ഹയർ ലോ ആൻഡ് ദ ഫൈനൽ ടാർഗറ്റ് വിൽ ബി ഹിയർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ അനാലിസിസ് ഓൺ യൂറോ USD. നെക്സ്റ്റ് ഇപ്പം നമുക്ക് ബിറ്റ് കോയിൻ ആണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ലൈവിൽ നമ്മൾ അനാലിസിസ് നടത്തിയിരുന്നു. സോ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ്, നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ബിറ്റ് കോയിനിലില്ല. ഈ ലോ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ആ കളക്ഷൻ നമുക്ക് ഓൾറെഡി അവിടെ കിട്ടി. ആൻഡ് വെൻ ദിസ് ക്യാൻഡിൽ ഫോം, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡെയിലി ക്യാൻഡിലിന്റെ ഒരു ക്ലോഷർ ഇവിടെ കിട്ടുകയാണെങ്കിൽ ദെൻ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് 53,000. ഈ 53,000ലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇഫ് ദിസ് ഡെയിലി ക്ലോഷർ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ദെൻ വി ക്യാൻ എക്സ്പെക്ട് ഈ ഏരിയ തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ റീടെസ്റ്റ് ഏരിയ.
ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു പുഷ് കിട്ടാം. ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഹിയർ വി ഹാവ് ലോട്ട് ഓഫ് ഏരിയാസ് ടു ബി കളക്റ്റഡ്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ആൻഡ് ഹിയർ അഗെയിൻ വി ഹാവ് ക്ലിയർ ലിക്വിഡിറ്റി ഏരിയ. സോ നമ്മുടെ ടാർഗറ്റ് വിൽ ബി this highs first, then we can expect the price to reach 87,000. അതൊരു നമുക്ക് പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ്. ഒരു 87,500 ആയിരിക്കും നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് പുഷ് ചെയ്യുകയാണെങ്കിൽ then we can expect 87,500 as our final target, first target for this Bitcoin. Then if area is failed, if this area is failed, we can expect the price to react to this 52,000 and maximum to this area, the 50 or 48,000 എന്നായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഒരു ബിഗ് ബുള്ളിഷ് വേവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഐ എം എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു പുഷ് ഫ്രം ഹിയർ ഓൺവേർഡ്സ്. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം ആയിരിക്കും, ഫൈനൽ ആ ഒരു ബുൾ വേവ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ലോട്ട് ഓഫ് എക്കണോമിക് ന്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദേ ക്യാൻ ബി driven fastly to 87 or 90,000 and final target will be 150, 100k or 150k soon. Okay, so that's all on Bitcoin. Then we can look on GBP USD. So GBP USD നോക്കുകയാണെങ്കിൽ ബിറ്റ് ട്രിക്കിയർ ആണ് യൂറോ USD ആൻഡ് ഡിക്സി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. കറന്റ് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രൈസ് അതേ തന്നെ റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു റേഞ്ച് ബിൽഡ് ചെയ്തിരുന്നു, ആ റേഞ്ചിന് പുറത്തേക്ക് നമുക്ക് റീടെസ്റ്റ് ബ്രേക്ക് കിട്ടി. ആ ബ്രേക്കിൽ നമുക്ക് റീടെസ്റ്റ് നടത്തി അവിടെ നിന്ന് ഒരു മൊമെന്റം കിട്ടി. ബട്ട് അഗെയിൻ അത് ഫെയിൽ ആയി പ്രൈസ് പുഷ് ചെയ്യുകയാണ്. ആൻഡ് പുഷ് ചെയ്ത് ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ് പ്രൈസ് പുഷ് ചെയ്ത് നമുക്ക് അവിടുന്ന് ഒരു ക്ലിയർ റിജക്ഷൻ കിട്ടിയിരിക്കുന്നു. ഇഫ് this rejection is fake and again price is pushing upwards, then we can expect the price to clear out 1.27090 also. If I'm expecting the price to push upward some little bit this week, from there we can expect a downward movement from here. If Dixie is also aligning, if Dixie is not pushing downwards, then we can expect the GBPUSD to come down deeply. Okay, so that's all on our analysis for this week. Hope you all guys understood. So thank you.